ഇന്തോനേഷ്യൻ ദ്വീപായ ബാലിയിലെ കടൽത്തീരത്തുള്ള ഒരു പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് തനാലോട്ട്. ഈ തനാലോട്ട് ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ കുറഞ്ഞ വേലിയേറ്റ സമയത്ത് കാൽനടയായിട്ട് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞു, ഒരു ബാലിയിൽ നിന്ന് അകലെയുള്ള ഒരു പാറയുടെ രൂപീകരണമാണ് തനാലോട്ട്. പുരാതന ഹിന്ദു തീർത്ഥാടന ക്ഷേത്രം അഥവാ ലോട്ട് അഥവാ പുരാതന ലോട്ട്, ഇതാണ് തനാലോട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ അകത്ത് കടലാണ് ചുറ്റുമുള്ളത്. പാറയിൽ ഒരു ഗുഹയുണ്ട്. ഇവിടെ ഒരു ശുദ്ധജലം ഉണ്ട്. ശുദ്ധജലം കുടിക്കുമ്പോൾ അവിടെയുള്ള അവരുടെ പൂവാണ് ചെമ്പകം. ഇവിടുത്തെ ചെമ്പകപ്പൂ അവർ പ്രസാദമായി തരും. ഒരു കുറിയും വെച്ച് തരും. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ അവിടേക്ക് ശുദ്ധജലത്തിൻ്റെ ഒരു വെള്ളം, പിന്നെ ബാക്കിയെല്ലാം വെള്ളത്തിനെ കൊണ്ട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. വേലിയേറ്റ സമയത്ത്, കുറഞ്ഞ വേലിയേറ്റ സമയത്ത് മാത്രമേ ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂ. പിന്നെ ഈ സമയം ഞങ്ങൾ പോകുമ്പോൾ വെള്ളം പിന്നെ രണ്ട് ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ആ വെള്ളത്തിൻ്റെ ഇടയിലൂടെ നമ്മൾ പോയിട്ടുണ്ട്. വേലിയേറ്റുള്ള സമയത്ത് തന്നെ പോയി. ഇനിയിപ്പോൾ ഒരു വെള്ളം കുറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ബാലിനീസ് ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം കടലിലെ കര ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ദേവത എന്ന് വെച്ചാൽ ദേവഭരുണ അല്ലെങ്കിൽ ഭണ്ഡാര ജങ്കാര എന്നാണ്. കടൽ ദേവൻ അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ശക്തി, ഇങ്ങനെയൊക്കെയുള്ള ദേവന്മാരെ ഇവിടെ ആരാധിച്ചു വരുന്നു. വളരെ എന്താ പറയുക, നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇങ്ങനെ ഉണ്ടോ എന്നറിയില്ല. എന്നാലും ഇവിടെ കണ്ടപ്പോൾ വളരെയധികം ആശ്ചര്യമായിട്ട് തോന്നി. ഞാൻ പോകുമ്പോൾ വേലിയേറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ കുറഞ്ഞ വേലിയേറ്റമായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, വെള്ളം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും അടിച്ചിറങ്ങുന്നത്. ഞാൻ കുറച്ച് സമയം അവിടത്തേക്ക് കുടുങ്ങിപ്പോയി. പിന്നെ കുറച്ച് ടൈമായി കഴിഞ്ഞപ്പോൾ നോക്കി വരുമ്പോൾ നടന്നു വരാൻ ഭയങ്കരമാണ്. പക്ഷെ വെള്ളത്തിൻ്റെ അടിയിലൂടെ നടന്നു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം പാറക്കെട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. നോക്കി നടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് തിരിച്ചെത്തി.